ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ സഭയുമായുള്ള ബന്ധത്തിൽ 3 ദിവസങ്ങൾ ഇവിടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. ഇതൊരു ദൈവിക നിയോഗമാണെന്ന് ഞാൻ കരുതുന്നു. കർത്താവ് ദേശങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു, തലമുറകളെ എഴുന്നേൽപ്പിക്കുന്നു. അടുത്ത ഉണർവ് വാതിൽക്കലാണ്. നിങ്ങളെ കർത്താവ് ഉണർവിന് വേണ്ടി ഉപയോഗിക്കട്ടെ. ഇവിടെ ആവർത്തിച്ച് ഞാൻ പറഞ്ഞ പദം ഉണർവാണ്. ഈ സഭയോട് പറയാനുള്ള ദൂതും ഉണർവാണ്. നിങ്ങളെ അടുത്ത ഉണർവിന് ശക്തമായ ദൈവം ഉപയോഗിക്കും. എല്ലാവരും ആമേൻ പറഞ്ഞില്ല. ഒരു വാക്യം വായിക്കാം. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാമത്തെ ലേഖനം, അതിന്റെ 1-ാമത്തെ അധ്യായം, അതിന്റെ 1-ാമത്തെ വാക്യം. 2 പത്രോസ് 1:1. എല്ലാവരും ഈ വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഈ വാക്യം ഒന്ന് വായിക്കാവോ? പറഞ്ഞ്, യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഒരാമയും പറഞ്ഞ്, ശബ്ദമുയർത്തി ഒരാമയും പറഞ്ഞ്. ഈ വാക്യം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദം. ഈ പത്രോസ് ലേഖനം എഴുതിയത് സാധാരണപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ്. അവിടവിടങ്ങളായി ചിതറപ്പെട്ട് കിടക്കുന്ന കഷ്ടതയ്ക്കകത്തും പട്ടിണിക്കകത്തും ഉപദ്രവത്തിനകത്തും ആയിരിക്കുന്ന സാധാരണപ്പെട്ട വിശ്വാസികൾക്ക് എഴുതിയ ദൈവശബ്ദമാണ്. അപ്പൊ ഈ സാധാരണക്കാരോട് പറയുന്നത്, സാധാരണ നമ്മുടെ എല്ലാവരെ കണ്ടി നമ്മളെപ്പോലെ സാധാരണക്കാരായിരിക്കുന്നവരോട് പത്രോസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പദമാണ്. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. പത്രോസ് പറഞ്ഞത് സാധാരണക്കാരനോട്, പത്രോസ് പറഞ്ഞത് സാധാരണക്കാരൻ എന്ന് ലോകം വിധി എഴുതിയവരോട് പത്രോസ് പറഞ്ഞത്, നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസവും ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസവും ഒന്ന് തന്നെയാണ്. എല്ലാവരും ആമേൻ പറഞ്ഞില്ല. എല്ലാവരും ഈ ദൂതിന്റെ കൂടെ ഇല്ല. പറഞ്ഞത് ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ. ആരാണ് ഞങ്ങൾ? കർത്താവായ യേശുക്രിസ്തുവിന്റെ 30-ാം വയസ്സിൽ കർത്താവായ യേശുക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട് 3.5 വർഷക്കാലം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കൂടെ നിന്ന് കണ്ട് ദൈവരാജ്യത്തിന്റെ മെസ്സേജുകൾ, സന്ദേശങ്ങൾ കൂടെ നിന്ന് കേട്ട് അടുത്ത ഒരു സീസണിൽ ക്രൂശീകരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ ശേഷം ജെറുസലേം എന്ന് പറയുന്ന ഒരു പട്ടണത്തിനകത്ത് അസാധാരണമായി ഉണർവുകൾ തുറന്നുവിട്ട, പല പട്ടണങ്ങളെ പിടിച്ചടക്കിയ അപ്പോസ്തോലിക വൃന്ദങ്ങൾക്കകത്ത് വ്യാപരിച്ച അതേ വിശ്വാസമാണ് ചിതറപ്പെട്ട് കിടക്കുന്ന നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നത് എന്നാണ് പത്രോസ് പറഞ്ഞത്. എന്റെ കൂടെ ഉണ്ടോ? അതിന്റെ അർത്ഥം ബ്രാൻഡ് ഒന്നും മാറിയിട്ടില്ല. ഒരേ വിശ്വാസം തന്നെയാണ് അകത്ത് വ്യാപരിക്കുന്നത്. പത്രോസിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അതേ വിശ്വാസമാണോ ഞങ്ങളുടെ അകത്തും വ്യാപരിക്കുന്നത്? പത്രോസ് പറഞ്ഞു, അതെ. ഒറ്റ സന്ദേശത്തിനകത്തും 3000 ആളുകൾ സ്നാനപ്പെടാൻ കാരണമായ ആമേൻ ആമേൻ സുന്ദരം എന്ന ദേവാലയത്തിന് മുൻപിൽ നിൽക്കുന്ന ഒരു മുടന്തനെ പൊന്നും വെള്ളി നിനക്ക് തരാനില്ല, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക എന്ന് പറഞ്ഞു എഴുന്നേൽപ്പിച്ച, നിന്റെ നിഴലിനകത്ത് സൗഖ്യം വ്യാപരിച്ച നിന്റെ അതേ വിശ്വാസം തന്നെയാണോ സാധാരണക്കാരായി ഞങ്ങളുടെ അകത്തും വ്യാപരിക്കുന്നത്? പത്രോസ് പറഞ്ഞു, ഇത് തന്നെയാണ് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത്. ആമേൻ. ഇത് തന്നെയാണ് നമ്മുടെ അകത്തും വ്യാപരിക്കുന്നത്. വിശ്വാസത്തിന്റെ ബ്രാൻഡ് ഒന്നും മാറിയിട്ടില്ല. വിശ്വാസം വേറെ വേറെയല്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, അവരിലൂടെ ദേശങ്ങൾ അവർ പിടിച്ചടക്കിയെങ്കിൽ, അവരിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നെങ്കിൽ, അവരിലൂടെ വീര്യപ്രവർത്തികൾ നടന്നെങ്കിൽ, അവരിലൂടെ ഉണർവുകൾ തുറന്നുവിട്ടെങ്കിൽ, ഈ കാലഘട്ടത്തിൽ നോട്ടിങ്ങാമിനകത്ത് സാധാരണക്കാരൻ എന്ന് ലോകം വിധി എഴുതിയ നമ്മളിലൂടെയും ഈ കാലഘട്ടത്തിൽ ഉണർവ് നടക്കും. ഇതിനാമേൻ പറയാൻ ആരെങ്കിലും ഉണ്ടോ? ആമേ. കർത്താവ് അടുത്ത ഉണർവിനെ പറ്റി പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അകത്ത് തരുന്നൊരു പ്രധാനപ്പെട്ട നിയോഗമുണ്ട്. 4 ചുവരിനകത്ത് ഒതുങ്ങുമെന്ന് കരുതിയ ചിലര് അടുത്ത ഉണർവുകളുടെ മുൻപന്തിൽ നിൽപ്പാൻ കർത്താവിന് നിയോഗമുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ.
അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് അതിനു മുമ്പെയുള്ള കാലയളവ് നമുക്ക് മനസ്സിലാകും. സഭ ദിനം പ്രതി വർദ്ധിച്ചു പോകുന്നു. ദിനം പ്രതി സഭ വർദ്ധിച്ചു വരികയാണ്. ദിനം പ്രതി വർദ്ധിച്ചു വന്ന സഭയുടെ നേരെ പീഡനം തുറന്നു വിട്ടു. പീഡനം തുറന്നു വിട്ടപ്പോൾ സംഭവിച്ചത് ഇതാണ്. പീഡനം തുറന്നു വിട്ടപ്പോൾ ഒരുമിച്ചായിരുന്നവർ ചിതറിപ്പോയി. ഇതിന്റെ മലമത്തൊരു വാക്യമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, ചിതറിയവർ അവിടെവിടങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു പോകുന്നു എന്ന് വെച്ച സാധാരണക്കാരായ വിശ്വാസികളായ സഭയ്ക്കകത്തിരുന്നവർ പീഡനത്തിന് ശേഷം അസാധാരണമായ ഉണർവുകളെ തുറക്കുന്നവരായി മാറി. ഇതിനകത്ത് മേശമേ ശുശ്രൂഷിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ ഒരുത്തൻ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അവൻ പീഡനത്തിന് മുമ്പ് മേൽ മാത്രം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന, അടുക്കളയും തീർമേശകളും മാത്രം ജീവിതമായിരുന്ന ഒരുത്തൻ ശമരി എന്ന് പറയുന്ന ഒരു പട്ടണത്തിനകത്ത് കയറി അസാധാരണമായി ഉണർവിനെ തുറന്നു വിട്ടു. ആമേൻ. ഇന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പ്രവചനം നിങ്ങളോട് പറയാം. സാധാരണക്കാരൻ നിന്ന് ലോകം വിധി എഴുതിയ ചിലര് ഈ സീസണിൽ കർത്താവ് അസാധാരണമായി ഉപയോഗിക്കാൻ പദ്ധതിയുണ്ടോ എന്ന് പ്രവചിക്കാൻ. ഇതിനെല്ലാവരും ആമേൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്. ആമേൻ പറഞ്ഞവന്റെ മുകളിൽ സ്വർഗത്തിന്റെ കണ്ണ് ഈ സീസണിൽ ഉടക്കാൻ പോകും. ആ കാലഘട്ടത്തിനകത്ത് എല്ലാവരുടെയും കണ്ണുകൾ ഉടക്കിയിരുന്നത് അപ്പോസ്തലന്മാരുടെ മേലാണ്. ഉണർവുകൾ ഉണ്ടാകുന്നെങ്കിൽ അപ്പോസ്തലന്മാരിലൂടെ, ഉണർവുകൾ പുറത്തു വരുന്നെങ്കിൽ പത്രോസിലൂടെ, ദൈവത്തിന്റെ കൂടെ യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തല വൃന്ദത്തിലൂടെ എല്ലാവരുടെയും കണ്ണ് അപ്പോസ്തലന്മാരിൽ ഉടക്കിയപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരുപ്പൻ, മേശമേൽ ശുശ്രൂഷിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഒരുപ്പൻ, അവൻ സമരി എന്ന് പറയുന്ന ഒരു പട്ടണത്തിനകത്ത് കയറി അസാധാരണമായി ഉണർവ് തുറന്നു വിട്ടു. ഇന്ന് കണ്ണുടക്കിയ, ലോകരാജ്യങ്ങളുടെ കണ്ണുടക്കിയ ചിലരുണ്ട്. ഇവരിലൂടെ ആയിരിക്കും അടുത്ത ഉണർവെന്ന് ധരിച്ചവരുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, ഇല്ല. ഉണർവിന്റെ ചരിത്രത്തിനകത്ത് അടുത്ത ഇടം നേടാൻ പോകുന്നത് 4 ചുവരിനകത്ത് ഒതുങ്ങുമെന്ന് തോന്നിയ ചിലരെയാണ്. നിങ്ങളെ നോക്കി പ്രവചിക്കാൻ ഒരു നിയോഗം കർത്താവ് തരുന്നു. നിങ്ങൾ ഒതുങ്ങത്തില്ല. മനുഷ്യന്റെ കണ്ണ് നിന്റെ മേൽ ഉടക്കിയില്ലെങ്കിലും ഇത് സ്വർഗത്തിന്റെ കണ്ണ് നിന്റെ മേൽ ഉടക്കുകയാണ്. മാറില്ലെന്ന് പറഞ്ഞ പട്ടണങ്ങൾ പലതും മാറിയ അതേ വിശ്വാസമാണോ ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നത്? പത്രോസ് പറഞ്ഞു, അതെ, ഇത് തന്നെയാണ് വ്യാപരിക്കുന്നത്. ഒരിക്കലും മാറില്ലെന്ന് പറഞ്ഞ കൊരിന്തിയ പട്ടണത്തെ മാറ്റിയ പൗലോസിന്റെ അകത്ത് വ്യാപരിച്ച അതേ വിശ്വാസമാണോ ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നത്? അത് തന്നെയാണ് വ്യാപരിക്കുന്നത്. ഇത് തന്നെയാണ് വ്യാപരിക്കുന്നത്. കൊരിന്തി എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരുത്തം പോലും കയറാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. കാരണം പാപം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കൊരിന്തി എന്ന് പറയുന്ന പട്ടണത്തിൽ ആളുകൾ കയറിക്കൊണ്ടിരുന്നത്. കൊരിന്തി എന്ന് പറയുന്ന പട്ടണത്തിൽ തുറന്നു വെച്ചിരുന്നത് മുഴുവനും വ്യഭിചാരശാലകളായിരുന്നു. ദേശത്തിന്റെ മുഴുവനും ടാക്സും ഇൻകവും ലഭിച്ചുകൊണ്ടിരുന്നത് വ്യഭിചാരശാലകളിൽ, നിയമം അനുകൂലമായ വ്യഭിചാരശാലകൾ. ഇതിന് പുറകെ ശക്തിയായി പ്രവർത്തിക്കുന്ന അർത്തമീസ് എന്ന് പറയുന്ന ഒരു ദേവി. ഈ കാലഘട്ടത്തിലെ പൗലോസ് ഒരു സാധാരണക്കാരനെ പോലെ കൊരിന്തിയെ കയറുന്നത്. പുറത്തുനിന്ന് ഒരുത്തൻ കൊരിന്തി കയറുന്നുണ്ടെങ്കിൽ അതിന്റെ പാപത്തിനകത്ത് നിൽക്കാൻ വേണ്ടിയാണ് കയറുന്നത്. എന്റെ ധാരണയിൽ പുറത്തുനിന്ന് ആരെങ്കിലും കൊരിന്ത്യ പട്ടണത്തിനകത്ത് കയറിയ കൊരിന്ത്യ പട്ടണത്തിൽ തുറന്നു വെച്ചിരുന്ന വ്യഭിചാരശാലകൾ മുഴുവനും അവർ സമ്പത്തെടുത്തോണ്ട് പോകുമായിരുന്നു. പലരും പറഞ്ഞു കാണും, കൊരിന്ത്യയെ മാറ്റാൻ കഴിയില്ല, കൊരിന്ത്യ മാറില്ല. കൊരിന്തി അത്രയും അധർമ്മം പ്രവർത്തിച്ചിരുന്നവരായിരുന്നു, പാപം നിറഞ്ഞ സംസ്കാരമുള്ളവരായിരുന്നു. സാധാരണക്കാരനെ പോലെ പൗലോസും അതിനകത്ത് കയറി. ആമേൻ. സാധാരണക്കാരനെ പോലെ പൗലോസും അതിനകത്ത് കയറി 1.5 വർഷം അവിടെ നിന്ന് കർത്താവിന്റെ സുവിശേഷം അറിയിച്ചു, ദൈവിക വെളിപ്പാടുകൾ പഠിപ്പിച്ചു. 1.5 വർഷം കഴിഞ്ഞ് പൗലോസ് ദേശം വിട്ടിട്ട് പിന്നീട് ഒരുത്തൻ കൊരിന്ത്യയിൽ കയറുമ്പോൾ കണ്ടിരുന്നത് വ്യഭിചാരശാലകളായിരുന്നില്ല. അവരെ കണ്ടിരുന്നത് ചർച്ച് ഓഫ് കൊരിന്ത് ആയിരുന്നു, കൊരിന്ത്യ സഭയായിരുന്നു കണ്ടിരുന്നത്. ഒരു ദേശത്തുനിന്ന് സുവിശേഷം അറിയിച്ച് അവിടെ സഭ സ്ഥാപിക്കുക മാത്രമായിരുന്നില്ല പൗലോസ് ചെയ്തത്. പൗലോസ് അവിടുത്തെ സംസ്കാരത്തെ തൊട്ടു, പാപം നിറഞ്ഞു നിന്ന സംസ്കാരത്തെ പൗലോസ് തൊട്ടു. ഈ കാലഘട്ടത്തിൽ കർത്താവ് നിങ്ങളോട് പ്രവചിക്കാൻ പറയുന്നു, ഇന്ന് ഈ
ചർച്ചിനകത്ത് നിങ്ങൾ എന്തിനാ ദൈവം കൊണ്ടുവന്നെന്നറിയാമോ? നോട്ടിംഗാമിൽ എന്തിനാ നിന്നെ വിളിച്ചെന്നറിയാമോ? പാപം അനുകൂലമായിരിക്കുന്ന പട്ടണത്തിന്റെ സംസ്കാരങ്ങളെ മാറ്റാൻ. ഇന്ന് നിങ്ങളെ നോക്കി അങ്ങനെ പ്രവചിക്കേണ്ട ഒരു നിയോഗം കർത്താവ് തരുന്നല്ലോ. പാപം നിറഞ്ഞ പട്ടണത്തെ പൗലോസിന് മാറ്റാൻ കഴിയുമെങ്കിൽ അതേ വിലയേറിയ വിശ്വാസം വ്യാപരിക്കുന്ന നോട്ടിംഗാമിലെ സാധാരണക്കാരനും മാറ്റാൻ കഴിയും. നീതിക്കുന്ന പട്ടണത്തിനകത്ത് ദൈവരാജ്യത്തിന്റെ സംസ്കാരമാണ് വേണ്ടത്. നീതിക്കുന്ന പട്ടണത്തിനകത്ത് ദൈവരാജ്യത്തിന്റെ സംസ്കാരമാണ് വേണ്ടത്. നീതിക്കുന്ന പട്ടണത്തിനകത്ത് നിൽക്കേണ്ടത് പാപത്തിന്റെ ശക്തിയല്ല, ദൈവരാജ്യത്തിന്റെ സംസ്കാരം. ഈ സീസണിൽ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, ദൈവരാജ്യത്തിന്റെ സംസ്കാരത്തെ കൊണ്ടുവരാൻ കഴിയുന്ന ചിലർ ഇതിനകത്തുണ്ട് എന്ന് പറയാൻ കർത്താവിന്റെ അടുത്ത് പറയുന്നു. നീതിക്കുന്ന പട്ടണത്തിനകത്ത് പാപത്തിന് നിൽക്കാൻ കഴിയില്ല എന്ന് പറയാൻ കർത്താവ്. ഈ ദൂത് ഉണർവിനെ ആഗ്രഹിക്കുന്നവരെ തൊടുന്നുണ്ട്. ഈ ദൂത് ഉണർവ് ആഗ്രഹിക്കുന്നവർ ചിലരെ തൊടുന്നുണ്ട്. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ ഉപയോഗിക്കപ്പെടാൻ സമയമായി. സഭയെ അതോറിറ്റി ഉപയോഗിക്കാൻ സമയമായി. സഭ അധികാരത്തിലേക്ക് കയറാൻ സമയമായി. അതേ വിലയേറിയ വിശ്വാസമാണ് നിന്റെ അകത്ത് വ്യാപരിക്കുന്നത്. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്, UK ഒരു കാലഘട്ടം തിരിച്ചു വരാൻ പോകുന്നു. പാപം പെരുകിയ പട്ടണം മാറുന്ന കാലഘട്ടം തിരിച്ചു വരുമെന്ന് പറയാൻ ഇതിനാമേ പറയാൻ ആരെങ്കിലും ഉണ്ടോ? പാപം നിറഞ്ഞ പട്ടണം. എന്ന് UK അങ്ങനെ ചരിത്രമുണ്ടല്ലോ. വെയിൽസ് റിവൈവലിനെ പറ്റി കേട്ടിട്ടില്ലേ? വെയിൽസ് റിവൈവൽ മറ്റൊരു പേരുണ്ട്, വൈറ്റ് ഗ്ലൗ റിവൈവൽ. അതിന്റെ അർത്ഥം 3 മാസം കോടതി അടച്ചിട്ട റിവൈവലാണ്. 1900 തുടങ്ങിയ മെത്തഡിസ്റ്റ് റിവൈവൽ, ഇവാൻസ് റോബർട്ട്സ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ തുടങ്ങിയ 1900 തുടങ്ങിയ ഒരു റിവൈവൽ. ആ റിവൈവലിന്റെ സമയത്ത് 3 മാസത്തോളം കോടതി അടച്ചിട്ടു. കാരണം എന്തെന്നറിയാമോ? ക്രൈം റേറ്റുകൾ ഇല്ലാതായി, കോടതിയിലെ ജഡ്ജിമാർക്ക് പണിയില്ലാതായി, പോലീസുകാർക്ക് പണിയില്ലാതായി. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, UK മണ്ണിൽ നഷ്ടപ്പെട്ട ആ കാലഘട്ടത്തെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ആത്മവിയോഗത്തോടെ ആമേൻ പറഞ്ഞ് ഇവരെ സ്വീകരിക്കാൻ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? UK നഷ്ടമായ കാലഘട്ടം തിരിച്ചു വരും. ആമേൻ. UK നഷ്ടമായ കാലഘട്ടം തിരിച്ചു വരും. നിന്നെ ദൈവം അങ്ങനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്, UK അടുത്ത ഉണർവുകൾ ഇങ്ങനത്തെ ഉണർവുകളായിരിക്കും. പോലീസ് സ്റ്റേഷനുകൾ അടച്ചിടുന്ന, ഇതിനെ പ്രാപിക്കാൻ ഇതിന് ആമേൻ പറയാൻ, പോലീസ് സ്റ്റേഷനുകൾ അടച്ചിടുന്ന, കോടതികൾ അടച്ചിടുന്ന കാലഘട്ടം, പബ്ബുകൾ അടച്ചിടുന്ന കാലഘട്ടം, ഒരു തലമുറയെ പിടിക്കാൻ വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന പാപത്തിന്റെ സ്ഥാപനങ്ങൾ അടച്ചിടുന്ന കാലഘട്ടം UK മടങ്ങി വരും എന്ന് പറഞ്ഞാൽ മടങ്ങി വരും. ഇത് മടങ്ങി വരും. ഇത് നമ്മുടെ കണ്ണാലെ കാണാൻ പോവുകയാണ്. ഉപയോഗിക്കപ്പെടണമെന്ന് കൊതിയുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ദൈവമേ എന്നെ ഉപയോഗിക്കണമേ എന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണർവിനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നീ ഈ ദൂതനെ വിടരുത്. ഈ ദൂത് ഈ സീസണിൽ നിന്നെ പിടിക്കും. ആമേൻ. നീ കാലുകുത്തുന്ന ദേശങ്ങൾക്കില്ല, പാപത്തിന്റെ സ്ഥാപനങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല, പാപത്തിന്റെ ശക്തിക്ക് നിൽക്കാൻ കഴിയില്ല. ഞാൻ ആത്മാവിൽ ഇവിടെ നിന്നൊരു പ്രവാചകന്റെ അധികാരത്തിൽ 50 കിലോമീറ്റർ ചുറ്റളവിനെ ഞങ്ങൾ ആത്മാവിൽ സഭയായി പിടിക്കുകയാണ്. തുറന്നു വച്ചിരിക്കുന്ന ചിലതിന് മേൽ ദൈവത്തിന്റെ കൂട്ടുവിലക്ക് ഇത് ചെയ്യാണല്ലോ. ഞാനത് പറയുമ്പോൾ ഒരു അഭിഷേകം ഇവിടെ ചലിക്കുന്നത് എനിക്ക് കാണാം. മദ്യഷാപ്പുകൾ അടച്ചിടുന്ന, വേബ് സെന്ററുകൾ അടച്ചിടുന്ന, വ്യഭിചാരശാലകൾ അടച്ചിടുന്ന കാലഘട്ടം UK-യിൽ തിരിച്ചു വരട്ടെ. റബാസി ഖൽബ്രലമാസി റംദലമ റിയാല ശംദരാബിയ നരസി ഉടബലബര ദുരബലബലബ ശംദരാബിയ ദിയാസ്. ഈ കാലഘട്ടം
കാലഘട്ടം UK-ക്കും തിരിച്ചു വരും. ഈ കാലഘട്ടത്തെ UK കണ്ടതാണ്. ഈ കാലഘട്ടത്തെ ഈ അന്തരീക്ഷത്തെ UK സെൻസ് ചെയ്തതാണ്. വെയിൽസിൽ നടന്നെങ്കിൽ നോട്ടിംഗ്ഹാമിൽ നടക്കാൻ താമസമില്ല. നോട്ടിംഗ്ഹാമിലും ഈ സീസൺ മടങ്ങി വരും. ആമേൻ പറയണമെങ്കിൽ നല്ലപോലെ ആമേൻ പറയണം. കരമടിക്കുന്നെങ്കിൽ നല്ലപോലെ കരമടിക്കണം. കാരണം ഞാനിവിടെ പറയുന്നത് ദൈവം എന്റെ അകത്ത് തന്ന ശബ്ദമാണ്. ഈ അന്തരീക്ഷങ്ങൾ മാറുമെന്ന് പറയാൻ, നോട്ടിംഗ്ഹാമിനെ ദൈവം തിരിച്ചു പിടിക്കുമെന്ന് പറയാൻ, UK-യുടെ മണ്ണിനെ ദൈവം തിരിച്ചു പിടിക്കും എന്ന് പ്രവചിക്കാൻ. ഈ തീയെ വഹിക്കാൻ ഒരു തലമുറയെ നോട്ടിംഗ്ഹാമിൽ ദൈവത്തിന് വേണം. ഈ തീയെ ചിലടത്തേക്ക് കൊണ്ടുപോകാൻ അവൻ നോട്ടിംഗ്ഹാമിൽ ഒരു തലമുറയെ ദൈവത്തിന് വേണം. ഞാൻ ആത്മാവിൽ നിന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് പകലിൽ ഇവിടെ ആത്മമണ്ഡലത്തിൽ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ചിലതിന്റെ മേൽ ദൈവത്തിന്റെ സെലക്ഷനുകൾ വീഴുകയാണ്. 4 ചുവരിനകത്ത് ഒതുങ്ങുമെന്ന് പറഞ്ഞ നീ അടുത്ത റിവൈവലിന്റെ മുഖമാക്കി മാറ്റാൻ ഒരു പ്രതീക്ഷയില്ലാത്ത നിന്റെ മേൽ ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. ഒരാൾക്കും നിന്റെ മേൽ പ്രതീക്ഷ കാണില്ലായിരിക്കും, പക്ഷെ ദൈവത്തിന് നിന്നെ കുറിച്ച് പ്രതീക്ഷകളുണ്ട്. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പ്രതീക്ഷകൾ നഷ്ടമായിട്ടില്ല. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പ്രതീക്ഷകൾ നഷ്ടമായിട്ടില്ല. ഈ കാലഘട്ടത്തിൽ നീ അവൈലബിൾ ആകാൻ തയ്യാറായാൽ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആകാൻ തയ്യാറായാൽ, ദൈവരാജ്യ പ്രോജക്റ്റുകൾക്ക് വേണ്ടി അവൈലബിൾ ആകാൻ തയ്യാറായാൽ, ഞാൻ പറയും നീ ചരിത്രം എഴുതും. ആമേൻ, നീ ചരിത്രം എഴുതും. ഇതിനകത്തിരിക്കുന്ന ചിലതിന്റെ പേര് ദൈവമാമേ നോട്ടിംഗ്ഹാമിന്റെ ചരിത്രത്തിൽ എഴുതാൻ പദ്ധതി ഉണ്ട് എന്ന് പറയാൻ ഒരാത്മ നിയോഗം എനിക്ക് തരുന്നല്ലോ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, കാലഘട്ടങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും. ഇവരാമേൻ പറയാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ പറയും നോട്ടിംഗ്ഹാമിന്റെ ചരിത്രത്തെ തിരിക്കാൻ ദൈവത്തിന് നീ മതി. ചിലരോട് സഭയോട് ദൈവം പറയുന്നു, ഈ സീസണിൽ അവൈലബിൾ ആകുക, ഈ സീസണിൽ അവൈലബിൾ ആകുക. യുദ്ധത്തിന് മുൻപ് നിൽക്കുന്ന ഭടന്മാരെ പോലെ ഒരു തലമുറ ഇതിനകത്ത് നിൽക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. ഉറക്കമില്ലാതെ, ഭക്ഷണമില്ലാതെ, ഏത് നിമിഷം അടുത്ത യുദ്ധത്തിന് വേണ്ടി പോരാടാൻ സന്നദ്ധരായ നിൽക്കുന്ന തലമുറയെ പോലെ ഇന്ന് കർത്താവ് പറയുന്നു, അടുത്ത യുദ്ധം ആരംഭിക്കാൻ സമയമായി. ആത്മമണ്ഡലത്തിലെ അടുത്ത യുദ്ധങ്ങൾ തുടങ്ങാൻ സമയമായി. Be available for the project of God. അവൈലബിൾ ആകുക, അവൈലബിൾ ആകുക. മനുഷ്യന് നിന്റെ മേൽ പദ്ധതികളിലായിരിക്കും, പ്രതീക്ഷകളിലായിരിക്കും, പക്ഷെ ദൈവത്തിനുണ്ട്. ദൈവത്തിനുണ്ട്. ദൈവം നിന്റെ മേലുള്ള പ്രതീക്ഷകൾ ദൈവം വിട്ടിട്ടില്ല. നിന്റെ മേലുള്ള പ്രതീക്ഷകൾ ദൈവം വിട്ടിട്ടില്ല. അവരുടെ അകത്ത് വ്യാപരിച്ച അതേ വിശ്വാസമാണ് നമ്മുടെ അകത്തും വ്യാപരിക്കുന്നത്. വിലയേറിയ വിശ്വാസം. പറഞ്ഞ വിലയേറിയ വിശ്വാസം. ഉറക്കെ പറഞ്ഞ വിലയേറിയ വിശ്വാസം. ഇതേ വിലയേറിയ വിശ്വാസമാണ് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ നിഴലിൽ സൗഖ്യം വ്യാപരിക്കുന്നില്ല? എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും രോഗികൾ സൗഖ്യമാകുന്നില്ല? നമ്മൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പറയുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നില്ല? നമുക്കെന്തുകൊണ്ട് ദേശങ്ങളെ പിടിച്ചടക്കാൻ കഴിയുന്നില്ല? അകത്ത് വ്യാപരിച്ച വിശ്വാസം ഒന്നാണ്, പക്ഷേ ഇത് ഉപയോഗിക്കുന്ന രീതി രണ്ടായിപ്പോയി. അപ്പോസ്തല വൃന്ദം അല്ലെങ്കിൽ വിശ്വാസ വീരന്മാരുടെ ജീവിതത്തിനകത്ത് അവർ വിശ്വാസത്തെ ഉപയോഗിച്ചതുപോലെ അല്ല നമ്മൾ എവിടെയോ വിശ്വാസത്തെ ഉപയോഗിക്കുന്നത്. വിശ്വാസത്തിന് സെക്കൻഡ് തോട്ട് ഇല്ല. എന്റെ കൂടെ ഉണ്ടോ? There is no second thought for faith. ഫെയ്ത്തിന് സെക്കൻഡ് തോട്ട് ഇല്ല. നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കുമെന്ന് തന്നെയായിരിക്കണം വിശ്വാസം. ഉണർവുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസം.
ഇനി ഉണ്ടാകില്ലേ, ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, സാധ്യതയൊന്നും ചകഞ്ഞു പോകാൻ നിൽക്കല്ലേ. നീ എവിടെങ്കിലും രണ്ടാമത് ഫെയ്ത്തിനകത്ത് സെക്കൻഡ് തൊട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നിന്റെ അകത്ത് നീ അപ്ലൈ ചെയ്യുന്ന, നീ ആക്ട് ചെയ്യുന്നത് ഫെയ്ത്ത് അല്ല. നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കും, ഇതാണ് നിന്റെ വിശ്വാസം. നിന്നെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കും, ഇതാകണം നിന്റെ വിശ്വാസം. നിന്നെ വിശാലമാക്കുമെന്ന് പറഞ്ഞാൽ വിശാലമാക്കും, ഇതാകണം നിന്റെ വിശ്വാസം. നോട്ടിങ്ങാമിൽ ഉണർവുണ്ട് എന്ന് പറഞ്ഞാൽ ഉണർവുണ്ട്, ഇതായിരിക്കണം നിങ്ങളുടെ വിശ്വാസം. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വിശ്വാസമായിട്ടുള്ള ബന്ധത്തിൽ, ഫെയ്ത്തുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചാലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ, പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പ്രശ്നം ഞാനുമായി താരതമ്യം ചെയ്യും. ഈ പ്രശ്നത്തെ എനിക്ക് മറികടക്കാൻ കഴിയുമോ? ഈ പ്രതിസന്ധിയെ എനിക്ക് മറികടക്കാൻ കഴിയുമോ? നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ താരതമ്യം ചെയ്താൽ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ ഒരു വലിയ പർവ്വതമായി നമുക്ക് തോന്നും. എന്റെ കൂടെ ഉണ്ടോ? വലിയ പർവ്വതമായി തോന്നും. ഒരു ദിവസം കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ മുമ്പിലെ പ്രശ്നം വലുതാണ്, എന്റെ മുമ്പിലെ പർവ്വതം വലുതാണ്, നീ എന്നെ സഹായിക്കണം, എനിക്ക് ഈ പ്രശ്നത്തെ മറികടക്കാൻ കഴിയില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, നിന്റെ ചോദ്യം തെറ്റാണ്. നീ ചോദിക്കേണ്ട ചോദ്യം നിനക്ക് മറികടക്കാൻ പറ്റുമോ എന്നല്ല, നിനക്ക് ഡീൽ ചെയ്യാൻ പറ്റുമോ എന്നല്ല. നീ ചോദിക്കേണ്ട ചോദ്യം എന്റെ ദൈവത്തിന് ഇത് ഡീൽ ചെയ്യാൻ പറ്റുമോ എന്ന്. കൂടെ ഉണ്ടോ? എന്റെ ചോദിക്കേണ്ട ചോദ്യം എന്റെ ദൈവത്തിന് ഇത് ഡീൽ ചെയ്യാൻ പറ്റുമോ? നീ ദൈവത്തോടല്ല നിന്റെ പ്രശ്നങ്ങൾ പറയുന്നത്, നിന്റെ പ്രശ്നത്തോടാണ് നിന്റെ ദൈവത്തെ കുറിച്ച് പറയുന്നത്. എന്റെ കൂടെ ഉണ്ടോ? നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങളിൽ ഫെയ്ത്തിൽ ഡീൽ ചെയ്യുന്നത് ആദ്യത്തെ ചോദിക്കേണ്ടത്, എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പർവ്വതം എനിക്ക് മറികടക്കാൻ പറ്റില്ല, പക്ഷെ എന്റെ ദൈവത്തിന് മറികടക്കാൻ പറ്റുമോ? ദൈവത്തിന് മറികടക്കാൻ പറ്റുമെങ്കിൽ എനിക്കും പറ്റും എന്നായിരിക്കണം നമ്മുടെ ഫെയ്ത്ത്. ഈ ചോദിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്നത്, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് മാറും. നിങ്ങൾ ദൈവം നോക്കുന്നത് പോലെ പ്രശ്നത്തെ കാണാൻ തുടങ്ങും. എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ദൈവം ആ പ്രശ്നത്തെ കാണുന്നത് പോലെ നിങ്ങൾ കണ്ടു തുടങ്ങും. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങൾ നിങ്ങളുടെ കാൽ കീഴിലായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിക്കട്ടെ, കഴിഞ്ഞ ദിവസം വരെ, കഴിഞ്ഞ സെക്കൻഡ് വരെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ വലിയ പർവ്വതങ്ങൾ ജൂൺ മാസം കർത്താവ് നിന്റെ കാൽ കീഴിലാക്കി തരുമെന്ന് പറഞ്ഞാൽ ഇതിനാമേൻ പറയാൻ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ജൂൺ മാസം നിന്റെ മുമ്പിലെ ചില പ്രതിസന്ധികളെ നീ അടക്കി ഭരിക്കാൻ പോകുകയാണ്. ഇനി പ്രതിസന്ധി നിന്റെ മേലല്ല, പ്രശ്നങ്ങൾ നിന്റെ മേലല്ല, ഈ പ്രശ്നങ്ങളുടെ മേൽ വലിയ വലിയ ചില പർവ്വതങ്ങൾ ഈ സീസണിൽ ചിലതിന്റെ കാൽ കീഴിലായി മാറട്ടെ. ഇന്ന് നിങ്ങൾ നിയോഗത്തോടെ നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി പ്രവചിക്കാൻ കഴിയണം. നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി നിങ്ങൾക്ക് പറയാൻ കഴിയണം, ക്യാൻസർ നിനക്കൊരു പർവ്വതമായിരിക്കും, പക്ഷെ എന്റെ ദൈവത്തിന് പർവ്വതമല്ല. കടഭാരം നിനക്ക് പർവ്വതമായിരിക്കും, പക്ഷെ എന്റെ ദൈവത്തിന് പർവ്വതമല്ല. നിന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയാണെങ്കിലും അത് നിനക്ക് പർവ്വതമായിരിക്കും, പക്ഷെ എന്റെ ദൈവത്തിന് അത് പർവ്വതമല്ല. എന്റെ ദൈവത്തിന് അത് പർവ്വതമല്ല എങ്കിൽ എനിക്കും പർവ്വതമല്ല. ഞാൻ ആത്മാവിൽ വീണ്ടും ആവർത്തിച്ച് പ്രവചിക്കാം, കഴിഞ്ഞ സീസണിൽ നിന്റെ മുമ്പിൽ നിന്നെ പേടിപ്പിച്ച ചിലത്, നിന്നെ പേടിപ്പിച്ച ചില പർവ്വതങ്ങൾ ഈ സീസണിൽ നിന്റെ കാൽ കീഴിൽ വിശ്വാസവീരന്മാരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ അവരുമായിട്ടല്ല താരതമ്യം ചെയ്തത്, പ്രശ്നങ്ങളെ ദൈവവുമായിട്ടാണ് താരതമ്യം ചെയ്തത്. ചെങ്കടൽ മോശെ നിനക്ക് പർവ്വതമാണ്, നിനക്കതൊരു പ്രശ്നമാണ്, പക്ഷെ എന്റെ ദൈവത്തിന് അതൊരു പ്രശ്നമല്ല. ഈ ചെങ്കടലിന്റെ നടുവിൽ തന്നെ നിനക്ക് പോകേണ്ട വഴിയും ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ ചെങ്കടലിന്റെ ഇടയിൽ തന്നെയാണ് നിനക്കുള്ള ഹൈവേ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയുടെ ഇടയിൽ തന്നെയാണ് നിനക്കുള്ള വഴി.
പ്രശ്നം നമ്മുടെ കാഴ്ചപ്പാടിന്റെയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ധരിക്കേണ്ടത് വിശ്വാസത്തിന്റെ സ്പെക്ടക്കിൾസ് ആണ്. വിശ്വാസത്തിന്റെ സ്പെക്ടക്കിൾസിനകത്ത് സംഭവിക്കുന്നത് ദൈവം ഒരു പ്രശ്നത്തെ നോക്കിക്കാണുന്നത് പോലെയായിരിക്കും നിങ്ങൾ നോക്കിക്കാണുന്നത്. എന്റെ കൂടെ ഉണ്ടോ? ഞാൻ ആത്മാവിൽ ഇന്ന് വിശ്വസിക്കുന്നുണ്ട്, ഇതുവരെ നിന്റെ കണ്ണിൽ പെടാത്ത ചില വഴി ഈ 2026 ജൂൺ നിന്റെ കണ്ണിൽപ്പെടും. ഇതുവരെ നിന്റെ കണ്ണിൽ ഉടക്കാത്ത ചില സൊല്യൂഷൻസ് ഈ സീസണിൽ ജൂൺ മാസം നിന്റെ കണ്ണിൽ ഉടക്കും. ഇതുവരെ പ്രശ്നമായിരുന്ന ചിലത് നിന്റെ വഴിയാക്കി ദൈവം മാറ്റാൻ പോവുകയാണ്. ഇതുവരെ ചാലഞ്ച് ആയിരുന്ന ചിലത്, ഇതുവരെ പ്രതിസന്ധിയായിരുന്ന ചിലത് ഈ സീസണിൽ ദൈവം പറയുന്നു അത് നിന്റെ സൊല്യൂഷൻ ആക്കി മാറ്റാൻ പോവുകയാണ്. കർത്താവിനോട് പറയുന്നു, ചിലരുടെ സ്പെക്സിനെ ദൈവം ഇന്ന് മാറ്റുകയാണ്. ചിലരെ കണ്ണാടിയെ ദൈവം മാറ്റുന്നു. നോക്കിക്കാണുന്ന കാഴ്ചപ്പാടുകളെ ദൈവം മാറ്റുകയാണ്. നിന്റെ പെർസ്പെക്റ്റീവിനെ ദൈവം മാറ്റുകയാണ്. പുരുഷാരത്തിന് നടുവിൽ ജനത്തിന് ഭക്ഷിക്കാൻ ഭക്ഷണമില്ലാതിരുന്നപ്പോൾ നമ്മളാണെങ്കിൽ സ്വിഗ്ഗിയോ സൊമാറ്റോ അന്വേഷിച്ചേനെ. നമ്മുടെ കണ്ണിൽ അതേ പെടൂ. പക്ഷെ യേശുവിന്റെ കണ്ണിൽ കണ്ടത് വർധനവാണ്. പറഞ്ഞു വർധനവ്. ലാസറിന്റെ ഭവനത്തിൽ പോവുകയാണെങ്കിൽ ഞാനായിരുന്നെങ്കിൽ ഞാൻ കൂടെ നിന്നവരോട് പറഞ്ഞേനെ, ചെയറൊക്കെ എടുത്തിട്ട്, കസേരകളൊക്കെ എടുത്തിട്ട്, കട്ടൻ ചായ ഇട്, ആളുകളെ സൽക്കരിക്കുക, വരുന്നവരെ സ്വാഗതം ചെയ്യുക. നമുക്ക് ആകമെണ്ണം ഇവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം, സഹായിക്കാം. കൂടി പോയ മേരെടുത്ത് പോയിട്ട് നമ്മൾ പറയും, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും. പക്ഷെ യേശു അവിടെ കണ്ടത് ജീവനാണ്. നിന്റെ കണ്ണിൽ ഉടക്കാത്തത്, മറ്റുള്ളവരെ കണ്ണിൽ ഉടക്കാത്തത് നിന്റെ കണ്ണിൽ ഉടക്കും. ദൈവം ഒരു പ്രശ്നത്തെ നോക്കിക്കാണുന്നത് പോലെ ഈ സീസണിൽ നീ നോക്കിക്കാണും. നിന്റെ പെർസ്പെക്റ്റീവുകൾ ഇന്ന് കർത്താവ് ഒരു നിമിഷക്കാരെ ഉയർത്തി എന്ന് പ്രാർത്ഥിക്കാമോ? ചിലരുടെ പെർസ്പെക്റ്റീവുകൾ ഇന്ന് പകലിൽ മാറട്ടെ. ദൈവം നോക്കിക്കാണുന്നത് പോലെ ചിലത് നോക്കിക്കാണാൻ, ദൈവം ഒരു പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നത് പോലെ നോക്കിക്കാണാൻ ഞാൻ ആത്മാവിൽ ഇന്ന് ചിലരെ നോക്കി പ്രവചിക്കുന്നു. മൾട്ടിനാഷണൽ കമ്പനികൾക്ക് തീരുമാനമെടുക്കുന്ന ചിലരിനകത്തുണ്ടല്ലോ. രാജ്യങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ കഴിയുന്ന ചിലരിനകത്തുണ്ടല്ലോ. പൊട്ടൻഷ്യലുള്ള ചിലരകത്തുണ്ടല്ലോ. കർത്താവ് പറയുന്നു, നിന്റെ ഡിസിഷൻ മേക്കിങ്ങിന് ഈ സീസണിൽ കർത്താവ് മാറ്റുകയാണ്. ആരുടെ കണ്ണിലുടക്കാത്ത നിന്റെ കണ്ണിലുടക്കും. പഠിപ്പും വിദ്യാഭ്യാസവും സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസും ഉള്ളവന്റെ കണ്ണിലുടക്കാത്തത് ഇതിനാമേ പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, ആരുടെ കണ്ണിലുടക്കാത്ത ചില വഴി ഈ സീസണിൽ നിന്റെ കണ്ണിലുടക്കാൻ പോകുക. ദൈവം ഒരു പ്രശ്നത്തെ നോക്കിക്കാണുന്നത് പോലെ നോക്കിക്കാണാൻ ഈ സീസണിൽ കർത്താവ് നിങ്ങളെ വിളിക്കുക. വിശ്വാസത്തിന്റെ സ്പെക്ടക്കിൾസ്. വിശ്വാസം അകത്തുണ്ടെങ്കിലും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാനും വർദ്ധിപ്പിക്കാനും വളർത്താനും നമ്മൾ മുതിരണം. അതിന്റെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിക്കാം. കാണണം, കേൾക്കണം, സംസാരിക്കണം, ചെയ്യണം. പറഞ്ഞ് കാണണം, കേൾക്കണം, സംസാരിക്കണം. ഒന്നുകൂടെ ആവർത്തിച്ച് കാണണം. നീ എന്ത് കാണുന്നു അതിനകത്ത് നിന്റെ വിശ്വാസം നങ്കൂരവിടും. നീ എന്ത് കേൾക്കുന്നു അതിനകത്ത് നിന്റെ ഫെയ്ത്ത് ആങ്കർ ചെയ്യും. നമ്മൾ എന്ത് കാണുന്നുവെന്നും എന്ത് കേൾക്കുന്നുവെന്നും വളരെ തീരുമാനപൂർവം നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. സെൻസർ ചെയ്തിട്ട് വേണം ചിലത് കാണാൻ, സെൻസർ ചെയ്തിട്ട് വേണം ചിലത് കേൾക്കാൻ. അബ്രഹാമിനെ ദൈവം വിളിച്ചു, ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവം നൽകി, തലമുറയെ കുറിച്ച് പറഞ്ഞു, അവനെ കുറിച്ചുള്ള ദൈവ പ്രോജക്റ്റുകൾ പറഞ്ഞു. ഇതിനെല്ലാം ശേഷം 12-ാം അധ്യായത്തിൽ അവനെ കേൾപ്പിച്ചു. 15-ാം അധ്യായത്തിൽ അവനോട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്ക്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിന്റെ തലമുറയാകും, കടലിലെ മണൽത്തരികൾ പോലെ നിന്റെ തലമുറയാകും. അവനെ വാഗ്ദത്തം കേൾപ്പിച്ചു, അതിനുശേഷം വാഗ്ദത്തം കാണിച്ചു. കാരണം അവൻ എന്ത് കേൾക്കുന്നു, എന്ത് കാണുന്നു, അതിനകത്ത് അവന്റെ വിശ്വാസം നങ്കൂരമിടുമെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങൾ എന്ത് കേൾക്കുന്നു, എന്ത് കാണുന്നുവോ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്.
എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ കേൾക്കുന്നതെന്തോ, നിങ്ങൾ കാണുന്നതെന്തോ, അതായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 10:17 പറയുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നീ കേൾക്കുന്നതെന്തോ, നീ കാണുന്നതെന്തോ, ഇത് മാനിഫെസ്റ്റ് ചെയ്യും. ഞാൻ ആത്മാവിൽ വിശ്വസിച്ചു നിങ്ങളെ നോക്കി പ്രവചിക്കാം, ഈ സീസണിൽ നിങ്ങൾ കണ്ടത്, ദൈവം നിന്നെ കേൾപ്പിച്ചത്, ജൂൺ മാസം 2026 ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കർത്താവ് യേശു ശിഷ്യന്മാരെ വിളിച്ച ശേഷം 3.5 വർഷം കർത്താവ് യേശു ചെയ്തത്, അവരെ അത്ഭുതങ്ങൾ കാണിച്ചു. കാണിച്ചു, ഉറക്കെ കാണിച്ചു. രാവിലെ മുതൽ അവരെ ചെയ്തത് വിശ്വാസം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് അവരെ കാണിച്ചു. ഇതിനുശേഷം ദൈവരാജ്യത്തിന്റെ കുറിച്ചുള്ള സന്ദേശങ്ങൾ അവരെ കേൾപ്പിച്ചു. 3.5 വർഷം ഇവരുടെ ജീവിതം മുഴുവനും രാവിലെ എഴുന്നേൽക്കുമ്പോഴും അവർ കാണുന്നത് ഇതാണ്, കേൾക്കുന്നത് ഇതാണ്. 3.5 വർഷം കഴിയുമ്പോൾ യേശുവിനറിയാം, 3.5 വർഷം അവരെന്ത് കേട്ടോ, എന്ത് കണ്ടോ, അടുത്ത സീസണിൽ ജെറുസലേമിൽ ഇതേ മാനിഫെസ്റ്റ് ആകും. എന്റെ കൂടെ ഇല്ല നിങ്ങൾ? ആ സീസണിൽ അവരെന്ത് കേട്ടോ, അവരെന്ത് കണ്ടോ, അടുത്ത സീസണിൽ ജെറുസലേമിലും ലോകരാജ്യങ്ങളും ഇതായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് കാണുന്നോ, എന്ത് കേൾക്കുന്നോ, ഇതായിരിക്കും ഈ സീസണിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. എല്ലാരെ പോലെ എല്ലാം കേൾക്കാനുള്ള കാതുകളല്ല നമ്മുടെ കാതുകൾ. എല്ലാരെ പോലെ എല്ലാം കാണാനുള്ള കണ്ണുകളല്ല നമ്മുടെ കണ്ണുകൾ. നീ എന്ത് കാണണമെന്നും എന്ത് കേൾക്കണമെന്നും ഈ സീസണിൽ നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ വിശ്വാസം ഉറയ്ക്കാൻ, വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ കഴിയാത്തതൊന്നും കാണരുത്, കേൾക്കരുത്. കാരണം ഈ കാതുകൾ എല്ലാവരുടെ കുറ്റം കേൾക്കേണ്ട കാതുകളല്ല, ഒരാളുടെ തകർച്ച കേൾക്കേണ്ട കാതുകളല്ല. ഇത് ദൈവിക ശബ്ദം കേൾക്കേണ്ട കാതുകളാണ്. ആത്മമണ്ഡലത്തിന്റെ മേലെ ദൈവിക ശബ്ദത്തിന് വേണ്ടി കാതുകളൊന്നും തുറന്നിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ കണ്ണുകളെല്ലാം കാണാൻ കഴിയില്ലെന്നേ, ഈ കണ്ണുകളെല്ലാം കാണാനുള്ളതല്ല. ഇത് ദൈവിക വെളിപ്പാടുകൾ കാണാനുള്ള കണ്ണുകളാണ്. ആത്മമണ്ഡലം തുറന്നു കിടക്കുന്നത് കാണാനുള്ള കണ്ണുകളാണ്. എല്ലാവരെ പോലെ ഇത് കാണാൻ. ഞാൻ പറയാം, ദൈവം ആഗ്രഹിക്കാത്തത് കാണുന്നതിൽ നിന്നും നിന്റെ കണ്ണുകൾ നീ സംരക്ഷിച്ചാൽ ഈ സീസണിൽ ആത്മമണ്ഡലം നിന്റെ കണ്ണുകൾക്ക് മറവായിരിക്കില്ല. ആത്മമണ്ഡലം നിന്റെ കണ്ണുകൾക്ക് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. നീ എന്ത് കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കാത്ത ചിലതിനോട് നിന്റെ കാതുകൾ നോ പറഞ്ഞാൽ ദൈവശബ്ദം ഒരിക്കലും നിന്റെ കാതുകൾക്ക് മിസ്സാകത്തില്ല. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, ഈ സീസണിൽ ചിലരുടെ കണ്ണുകളെ ഇന്ന് ദൈവം തുറക്കുകയാണ്, ചിലരുടെ കാതുകളെ ഇന്ന് ദൈവം തുറക്കുകയാണ്. ഈ ചൈന പോലുള്ള രാജ്യങ്ങളിൽ അവർ ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവർ അവരുടെ തലമുറ കാണണമെന്ന് അവർ സെൻസർ ചെയ്തിട്ടേ അവരിടാറുള്ളൂ. നമ്മളെ പോലെ എല്ലാ കണ്ടന്റുകളും അവരിടുന്നവരല്ല. അവരുടെ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുകയാണ് അവരെന്ത് കാണണമെന്ന്. ഏറ്റവും കൂടുതൽ അതിനകത്ത് അവർ അപ്ലോഡ് ചെയ്യുന്ന, അതിനകത്ത് അനുവദിക്കപ്പെട്ടിട്ടുള്ള വീഡിയോസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക് കോമ്പറ്റീഷൻസും പുതിയ ടെക്നോളജിയും പുതിയ ഇന്നോവേഷൻസും ഒക്കെയാണ്. കാരണം അവരുടെ തലമുറ ചെറുപ്രായം മുതലേ ഇത് കണ്ടു വളർന്നാൽ, ഇത് കേട്ട് വളർന്നാൽ അവരുടെ രാജ്യത്തിന്റെ ഭാവി എന്താകുമെന്ന് ചൈനക്കാർക്കറിയാം. എന്റെ കൂടെ ഉണ്ടോ? നിന്റെ ഫെയ്ത്ത് വർദ്ധിപ്പിക്കുന്നത് നിന്റെ കണ്ണുകൾ തുറന്നു നിൽക്കാവോ? നിന്റെ വിശ്വാസം തുറക്കുന്നത് മാത്രം നീ കേൾക്കാവൂ. ഇനി നിങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങൾ പറയണം, പറയണം, സംസാരിക്കണം. പിശാച് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നീ വാ തുറക്കാൻ സമ്മതിക്കില്ല, നീ സംസാരിക്കാൻ അനുവദിക്കത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പ്രവചിക്കുന്നയാളാണ്. എന്റെ ജീവിതത്തോട് തന്നെ ഞാൻ പ്രവചിക്കാറുണ്ട്. പ്രാർത്ഥിച്ചത് പ്രവചിക്കണം. നിന്റെ വിശ്വാസം നീ എപ്പോഴും പ്രഖ്യാപിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴും പറഞ്ഞു, ആദിയിൽ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച കാരണത്താലല്ല സൃഷ്ടി നടന്നത്. ഇതിന്റെ നടുവിൽ ദൈവം പറയാൻ തയ്യാറായി. ഈ അന്തരീക്ഷത്തിനകത്ത് വാതുറക്കാൻ തയ്യാറായി. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് കണ്ടു എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നു. നീ ഇന്ന് പറഞ്ഞു തുടങ്ങിയ നാളെ നല്ലത് കാണും. ചിലത് നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി നീ നല്ലത് പറയണം. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നീ പ്രവചിക്കണം. അവർ ദൈവരാജ്യത്തിനകത്ത് ഉപയോഗിക്കപ്പെടുമെന്ന് പ്രവചിക്കണം.
നിന്റെ ജീവിതത്തെ നോക്കി നിങ്ങൾ പ്രവചിക്കണം. നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രവാചകൻ നീയാണ്. നിന്റെ കുടുംബത്തിന്റെ പ്രവാചകൻ നീയാണ്. നീ എന്ത് പറയുന്നു അത് ഈ സീസണിൽ നടക്കും. നീ പറയുന്നത് വെളിപ്പെടും. നീ പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യും. നീ പറഞ്ഞു തുടങ്ങിയ ദൈവത്തിന് ഇരിക്കപ്പുറതി കിട്ടത്തില്ലെന്ന് നിന്നെ തെളിയിക്കാതെ, നിന്റെ ജീവിതത്തിനകത്ത് നീ പറഞ്ഞത് നടത്തിത്തരാതെ പറയണം, സംസാരിക്കണം. പറഞ്ഞ് സംസാരിക്കണം, ഉറക്കെ പറഞ്ഞ് സംസാരിക്കണം. എഹെസ്കേൽ പ്രവാചകനെ താഴ്വരെ കൊണ്ടുപോയിട്ട് ദൈവം പറഞ്ഞത്, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ട്. ദൈവം അവന്റെ കൂടെ നിൽക്കുകയാണ്. ഈ അസ്ഥികളെ ജീവിപ്പിച്ച് കാണിച്ചു തരാമെന്നല്ല പറഞ്ഞത്, നീ പ്രവചിച്ചാൽ ഈ അസ്ഥികൾ ജീവിക്കും. ശൂന്യതയെ നോക്കി ചിലത് പറയാൻ തയ്യാറാകണം. ശൂന്യതയെ നോക്കി ചിലത് പറയാൻ തയ്യാറാകണം. ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് അബ്രഹാമിനോട് ചോദിച്ച ചോദ്യം, നിന്റെ പേരെന്ത്? അബ്രഹാം പറഞ്ഞ അബ്രാം എന്നാണെന്ന് പറഞ്ഞു. അബ്രാം. അബ്രാം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, മഹാനായ പിതാവ് എന്നാണ്. കർത്താവ് ആദ്യം ചെയ്തത് ഒരു തലമുറ പോലും ഇല്ലാത്തവന്റെ പേരാദ്യം മാറ്റി. അവനോട് പറഞ്ഞു, നീ മഹാനായ പിതാവല്ല, ബഹുജാതികൾക്ക് പിതാവാണ്. അബ്രഹാം എന്ന നിന്റെ പേരാകും. കാരണം എന്താ? കർത്താവിനറിയാം ഒരു സാധ്യത, ഒരു തലമുറ പോലും ഇല്ലാത്തവന്റെ പേര് അബ്രഹാം, ബഹുജാതികൾക്ക് പിതാവെന്നായാൽ നോക്കുന്നവനെല്ലാം അവനെ നോക്കി അവൻ പോലും അറിയാതെ പ്രവചിക്കുകയല്ലേ. ഒരു തലമുറ പോലും ഇല്ലാത്തവനെ നോക്കി പറയല്ലേ, ബഹുജാതികൾക്ക് പിതാവേ, ബഹുജാതികൾക്ക് പിതാവേ, ബഹുജാതികൾക്ക് പിതാവേ. ഇത് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അബ്രഹാമിന്റെ സാധ്യതകൾക്ക് വിപരീതമായി, സാഹചര്യങ്ങൾക്ക് വിപരീതമായി സാധ്യതകൾ ഉണ്ടാകുമെന്ന് ദൈവത്തിനറിയാം. സാറയെ വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ പേര് സാറായി. സാറായി എന്ന് പറഞ്ഞാൽ എന്റെ രാജകുമാരി എന്നാണ് അർത്ഥം. കർത്താവ് പറഞ്ഞു, എന്റെ സാറാന്ന് മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. നീ അബ്രഹാമിന്റെ രാജകുമാരി മാത്രമല്ല, നീ ബഹുജാതികൾക്ക് രാജകുമാരിയാവും. നീ എന്ത് പറയുന്നു ആദ്യം സീസണിൽ ദൈവം ചെയ്യും. ആ കരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. നിന്റെ ടൈറ്റിൽ നിനക്ക് പറയാൻ കഴിയുമോ? നിന്റെ ടൈറ്റിൽ നിനക്ക് പ്രവചിക്കാൻ കഴിയുമോ? മറ്റുള്ളവർക്ക് നീ കഴിവില്ലാത്തവനാണ്, പക്ഷെ നിന്റെ വായിൽ നിന്ന് നീ കഴിവില്ലാത്തവനെന്ന് പറയരുത്. മറ്റുള്ളവർക്ക് നീ പരാജയമായിരിക്കും, പക്ഷെ നിന്റെ വായിൽ നിന്ന് പരാജയം എന്ന് പറയരുത്. പറഞ്ഞ് ഇന്ന് നിന്റെ ജീവിതത്തെ നോക്കി ഒരു വിഷയം പ്രവചിച്ച് പ്രവചിക്ക്, 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 പ്രവചിക്ക്. അനേക തലമുറയ്ക്ക് അമ്മയാകുമെന്ന് പറ. അനേക തലമുറകളെ എഴുന്നേൽപ്പിക്കുന്ന അപ്പനാകുമെന്ന് പറ. അടുത്ത ഉണർവിന്റെ മുൻപന്തിൽ നിൽക്കുമെന്ന് പറ. ഇതിനകത്ത് പറയാൻ ആരെങ്കിലും ഉണ്ടോ? പ്രവചിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് കർത്താവ് ചോദിക്കുന്നു. നിന്റെ ഫെയ്ത്ത് ഈ സീസണിൽ പ്രവചിക്ക്. നിന്റെ ഫെയ്ത്ത് ഈ സീസണിൽ ഡിക്ലെയർ ചെയ്യ്. പറഞ്ഞ് 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 നിന്റെ മക്കളെ നോക്കി നീ പ്രവചിച്ച്, നിന്റെ കുടുംബത്തെ നോക്കി നീ പ്രവചിച്ച്, 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 പ്രവചിച്ച്. റബാല ഹസീറ്റി ലിമാർത്തി ലിയാസ് അർബല റമഖമാർത്തി ലിശൽബ്രി അസിയാന്തലാതി ആസി. നീ ഇന്ന് വിളിച്ചു പറയണം, നിന്റെ സാഹചര്യമല്ല, നന്നാവില്ലെന്നുള്ള സാഹചര്യമല്ല, നിന്റെ ജീവിതത്തിനകത്ത് മാറ്റം ഉണ്ടാകില്ലെന്നുള്ള സാഹചര്യമല്ല. സാഹചര്യം വിപരീതമാകുമ്പോഴും സാധ്യത വിളിച്ചു പറയാൻ കഴിയണം. ഒരു പ്രവാചകനെ പോലെ ഇന്ന് സംസാരിക്കാൻ തയ്യാറാകണം. ഒരു പ്രവാചകനെ പോലെ ഇന്ന് ചിലത് ഡിക്ലെയർ ചെയ്യാൻ തയ്യാറാകണം. ഈ സീസണിൽ നീ ഡിക്ലെയർ ചെയ്താൽ അടുത്ത സീസണിൽ ദൈവം അത് ചെയ്തു തരും. നിന്റെ കണ്ണിന് നല്ലതെന്ന് തോന്നുന്ന ചിലത് ഈ സീസണിൽ ദൈവം ചെയ്തു തരാൻ പോകുക. വിളിച്ചു പറഞ്ഞേ, വിളിച്ചു പറഞ്ഞേ, വിളിച്ചു പറഞ്ഞേ. ഞാൻ ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് തലമുറകളെ ഞാൻ സ്വാധീനിക്കും. അനേകരെ ഞാൻ സ്നാനപ്പെടുത്തും. യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഒരു തലമുറ ഞാൻ വലിച്ചെടുപ്പിക്കും. ഇന്ന് നീ പറയുന്നത് ദൈവം ചെയ്തു വരും. പറഞ്ഞ് 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 ചിലത് പറഞ്ഞ് ചിലത് പറഞ്ഞ് 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 നീ പറഞ്ഞ ദൈവം ചെയ്യും.
പറഞ്ഞ ദൈവം ചെയ്യും. സ്തോത്രം പറഞ്ഞു കളയല്ലേ. നോട്ടിങ്ങാമിൽ നിങ്ങളുടെ ചർച്ചിന് സ്വന്തമായി ചർച്ചും ഒരു ബിൽഡിങ്ങും ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയാൻ കഴിയുമോ? 1000 ഇരിക്കാൻ കഴിയുന്ന, 10,000 ഇരിക്കാൻ കഴിയുന്ന ഒരു സഭ ഞങ്ങൾക്ക് നോട്ടിങ്ങാമിൽ ദൈവം തരുമെന്ന്, ഒരു ബിൽഡിംഗ് ഞങ്ങൾക്ക് നോട്ടിങ്ങാമിൽ തരുമെന്ന് നീ പറഞ്ഞ ദൈവം ചെയ്യുമെന്ന്. ഇനി കിംബർലിയെ നോക്കി, നോട്ടിങ്ങാമിനെ നോക്കി നീ പ്രവചിക്കുക. ഇതിന്റെ അകത്ത് തന്നെ അടുത്ത ഉണർവിന് വേണ്ടിയിട്ടുള്ള സഭ, അടുത്ത ഉണർവിന് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് ദൈവം തരുമെന്ന് നീ പ്രവചിക്കുക. സൂസനെ നീ പറയാന്ന് പറയാൻ നിന്റെ തകർച്ച മറ്റു പലരും പറഞ്ഞാലും നീ പറയല്ലേ. നീ പകരുമെന്ന് മറ്റുള്ളവർ പറഞ്ഞാലും നീ പറയല്ലേ. അതിന്റെ നടുവിലും നീ പറയണമില്ല, ഈ ചെങ്കടലിന്റെ നടുവിലും എനിക്ക് വേണ്ടി ദൈവം വഴി തുറക്കും, എനിക്ക് വേണ്ടി ദൈവം എന്നെ ചൈവ തുറക്കും. ഞാൻ പരാജയമല്ല, ഞാൻ വിജയമായി മാറും. ഒറ്റപ്പെട്ടല്ലേ, ഫൈറ്റുകൾ ഒറ്റയ്ക്കായി പോയല്ലേ, ഇതിന്റെ ഇടയിലും നിനക്ക് പറയാൻ കഴിയുമോ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുക. അലക്സ് നിനക്ക് പറയാൻ കഴിയുമോ? നിനക്ക് പറയാൻ കഴിയുമോ? മറ്റുള്ളവർ നിന്നെ നോക്കി പകർച്ച പറഞ്ഞിട്ട് പറയാൻ കഴിയുമോ? നീ വളരില്ലെന്നും നീ തകർന്നു പോകുമെന്നും നീ പെട്ടിലാക്കിയെന്നും മറ്റുള്ളവർ നിന്നെ നോക്കി പറഞ്ഞിട്ട്, പക്ഷെ ഈ ദേശത്തിന്റെ ഉണർവിന് വേണ്ടി ഉപയോഗിക്കും എന്ന് നിനക്ക് പറയാമോ? ഇവിടെ നീ പറഞ്ഞ ഈ സീസണ് ദൈവത്തിന് ഇരിക്കപ്പെടുത്തി കിട്ടത്തില്ല. നിന്നെ ദൈവം, നീ സാധ്യത വിളിച്ചു പറ, സാധ്യത വിളിച്ചു പറ. സാധ്യത വിളിച്ചു പറ, സാധ്യത വിളിച്ചു പറ. നിങ്ങൾ പുറയിരിക്കേണ്ട ആളല്ല, നിങ്ങൾ ഫ്രണ്ട് ലൈനിൽ ഉപയോഗിക്കപ്പെടേണ്ട ആളാണ്. സാധ്യത വിളിച്ചു പറ, സാധ്യത വിളിച്ചു പറ, സാധ്യത വിളിച്ചു പറ. മലയോര പ്രദേശങ്ങളിൽ ഒതുങ്ങേണ്ട നിന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നത് സെറ്റിൽ ചെയ്യിക്കാനാണെന്ന് മാത്രം കരുതല്ലേ. പദ്ധതിയുള്ളതുകൊണ്ടാണ്. നീ സാധ്യത വിളിച്ചു പറ, സാധ്യത വിളിച്ചു പറ. രാജൻ സാധ്യത വിളിച്ചു പറ, സാധ്യത വിളിച്ചു പറ, സാധ്യത വിളിച്ചു പറ, സാധ്യത വിളിച്ചു പറ, സാധ്യത വിളിച്ചു പറ. കാണാൻ നിൽക്കല്ലേ. ഇതിന്റെ നടുവിൽ ദൈവം ഇറങ്ങി നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാൻ നിൽക്കില്ലേ. നീ സാധ്യത വിളിച്ചു പറ. ഈ സീസണിൽ ചിലരെ ദൈവം ഇതുപോലെ ഫ്രണ്ട് ലൈനിൽ കൊണ്ടുവരും. നിന്റെ മുമ്പ് സാധ്യതകളില്ലായിരുന്നു, നിന്റെ മുമ്പ് സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കർത്താവ് വഴി തുറന്ന് എന്തിനെന്നറിയാമോ? ഈ ദേശത്ത് ഉപയോഗിക്കണം. അടുത്ത ഉണർവിന്റെ മുൻപന്തിൽ നിൽക്കോ. നീ സാധ്യത വിളിച്ചു പറഞ്ഞാൽ കർത്താവിന്റെ ഹൃദയം എവിടെ തകരുന്നെന്നറിയാമോ?
എന്ന് പറയുമ്പോഴാ, നിന്റെ വായിൽ നീ ഉടയുമെന്ന് പറയുമ്പോഴാ, നിന്റെ വായിലെല്ലാം തീർന്നു എന്ന് പറയുമ്പോഴാ, ഇതിന്റെ നടുവിലും നീ പ്രതീക്ഷകൾ, ഇതിന്റെ നടുവിലും നീ സാധ്യതകൾ വിളിച്ചു പറഞ്ഞാൽ, ഈ സീസണിൽ ദൈവത്തിന് തെളിയിക്കാതിരിക്കാൻ കഴിയില്ല. സാധ്യത വിളിച്ചു പറയാൻ തയ്യാറാണോ? നീ സാധ്യത വിളിച്ചു പറയാൻ തയ്യാറാണോ? നിന്നെ ഒരു സെലിബ്രേഷനിലേക്ക് ദൈവം കൊണ്ടുപോവാ. തൊടുന്നല്ലോ, ഒരുപാട് പേരെ ദൈവം തൊടുന്നല്ലോ. സാധ്യത വിളിച്ചു പറയാമോ? സാധ്യത വിളിച്ചു പറയാമോ? സാധ്യത വിളിച്ചു പറയാമോ? ഇതിനകത്ത് കർത്താവ് കയറി നിൽപ്പുണ്ടെന്ന് എനിക്കറിയാം. കർത്താവ് നിങ്ങളെ തൊടുന്നെന്ന് എനിക്കറിയാം. ഈ അന്തരീക്ഷത്തിനകത്ത് നീ എന്തു പറയുന്നു, അത് ഈ സീസണിൽ എന്റെ അപ്പൻ ചെയ്തു വരും. സാധ്യത വിളിച്ചു പറയാമോ? പ്രാർത്ഥിച്ച് നീ ചെയ്തു തുടങ്ങിയാൽ, നീ പറഞ്ഞു തുടങ്ങിയാൽ എന്റെ അപ്പന് വേറെ ഓപ്ഷൻ ഇല്ല. മലബാർ പ്രദേശങ്ങളിൽ എന്തോ ദൈവപ്രവൃത്തി നടക്കുന്നത് പോലെ എനിക്കറിയത്തില്ല, ഒരു ഉണർവിന്റെ ദൂതൻ കണ്ണൂര് നിൽക്കുന്നത് പോലെ ഞാൻ കേൾക്കുന്നു. എമിയെ മോളെ, നീ സാധ്യത വിളിച്ചു പറയാൻ തയ്യാറായ എന്റെ അപ്പനെ നിന്നെ തെളിയിക്കാതെ നീയല്ല പറഞ്ഞ ദൈവം കാണുന്നില്ലെന്ന്, നീയല്ല പറഞ്ഞ നിന്നെ ദൈവം കേൾക്കുന്നില്ലെന്ന്, നീയല്ല പറഞ്ഞ നിന്നെ മറന്നുപോയെന്ന്. നിന്റെ സാഹചര്യം അപ്പ കാണുന്നില്ലെന്ന് ഇതിന്റെ സാധ്യത വിളിച്ചു പറയാൻ നിനക്ക് ആരാ പറഞ്ഞു നീ പെട്ടി ബാക്കി പോകുന്നു? ആരാ പറഞ്ഞു നീ പകർന്നു പോകുന്നു? I can really sense the presence of God manifesting here. Jibrele marotoro satali baratili. സാധ്യത വിളിച്ചു പറ, സാധ്യത വിളിച്ചു പറ, സാധ്യത വിളിച്ചു പറയാമോ? സാധ്യത വിളിച്ചു പറയാമോ? സാധ്യത വിളിച്ചു പറയാമോ? തെളിയിക്കും ദൈവം. നിന്നെ ഈ സീസണിൽ ക്രൗൺ ചെയ്യും. നിന്റെ അകത്തൊരു ഭയങ്കര തീ കിടപ്പുണ്ട്. ഈ സീസണിൽ ഒരു അപ്പൻ ജനിക്കുന്നു. ഒരപ്പന്റെ ജനനം നിന്റെ മേലെ ഈ സീസണിൽ കർത്താവ് ഇടുകയാണ്. നിന്റെ മേൽ ക്രൗൺ ഇറങ്ങി വരുന്നത് എനിക്ക് കാണാം. തീ എന്നൊരക്ഷരം ഇതിന്റെ മേൽ ക്രൗണിങ്.
നിന്നെ ക്രൗൺ ചെയ്യും ഈ സീസണിൽ. ചില ദൈവപ്രവർത്തികൾ ഈ സീസണിൽ നീ കാണും. അടുത്ത തുറവിക്ക് സമയമായി എന്ന് പറയാൻ, അടുത്ത നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ സമയമായി എന്ന് പറയാൻ, ഭാരിച്ച ചില ഉത്തരവാദിത്തങ്ങളിലേക്ക് കയറാൻ സമയമായി എന്ന് പറയാൻ, ഫേവർ ഇറങ്ങുന്നല്ലോ ചിലതിന്റെ മേൽ. പ്രാർത്ഥിക്കണം, 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 പ്രാർത്ഥിക്കണേ. ഈ അന്തരീക്ഷത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയണേ. ഈ അന്തരീക്ഷത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണേ. സിമിയെ സാധ്യത വിളിച്ചു പറ. വിളിച്ചു പറയാം, വിളിച്ചു പറയാം. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറാകുക. 2020 നോർത്ത് ഇന്ത്യ പോയപ്പോൾ എല്ലാവരും ഒരു ശബ്ദത്തിൽ പറഞ്ഞു ഒതുങ്ങിപ്പോയി. ഒരു രീതിയിലും ഇനി പുറത്തു വരാൻ കഴിയില്ല. 2021 കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇനി ദൈവരാജ്യത്തിൽ ഉപയോഗിക്കപ്പെടുമെന്ന് സാധ്യതയില്ല. രാത്രിയിൽ 2:30 എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ഷർട്ടും തെച്ചു പാന്റും തെച്ചു ടെറസിന്റെ മേളിൽ കയറി, ടെറസിന്റെ മേളിലെ ബെഞ്ചിന്റെ മുകളിൽ കയറി ഞാൻ പ്രസംഗിക്കുക. എന്റെ ഭാര്യ രാത്രി എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു, എന്തൊരു പ്രാന്തായി കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു, നിനക്കൊന്നും കാണുന്നില്ലായിരിക്കും, പക്ഷെ ഞാൻ കാണുന്നത് ആയിരങ്ങളെയാണ്. ഞാൻ കാണുന്നത് ആയിരങ്ങളെയാണ്. സാധ്യതയില്ലാത്തടത്ത് ഞാൻ ചിലത് ചെയ്തു തുടങ്ങി. ഒരു സാധ്യതയില്ലാത്തടത്ത് ഞാൻ ചിലത് പറഞ്ഞു തുടങ്ങി. വീട്ടിന്റെ എല്ലാ ഡോറിലും എഴുതി വെച്ചു, ലോകരാജ്യങ്ങളിൽ ഞാൻ ഉപയോഗിക്കപ്പെടും. നോർത്ത് ഇന്ത്യയിൽ അസാധാരണമായി ഉണർവിന് വേണ്ടി ദൈവം എന്നെ ഉപയോഗിക്കും. അടുക്കളയിലോട്ട് പോകുമ്പോഴും ഇത് പറയും, ബെഡ്റൂമിലോട്ട് കയറുമ്പോഴും ഇത് പറയും. നീ പറഞ്ഞു തുടങ്ങിയ സാഹചര്യം മാറി തുടങ്ങും. പാസ്പോർട്ട് പോലും എടുക്കാത്ത കാലഘട്ടത്തിൽ പോയി വലിയ ബാഗ് വാങ്ങി. എന്റെ ഭാര്യ ചോദിച്ചു, നാട്ടിൽ പോകാനാണ് ഒത്തിരി ബാഗ്. ഞാൻ പറഞ്ഞു, നാട്ടിൽ പോകാനല്ല, എനിക്ക് രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി, എനിക്ക് പട്ടണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറയാൻ വേണ്ടി. ആ ബാഗ് കൊണ്ടാണ് ഞാൻ എല്ലാ രാജ്യത്തിലും നടക്കുന്നത്. നീ എന്തെങ്കിലുമൊക്കെ കാണിക്കുക ഈ സീസണിൽ, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യ ഈ സീസണിൽ. എന്റെ ദൈവത്തിന് നിന്നെ തെളിയിക്കാതെ പിന്നെ ഇരിക്കാൻ പുറത്ത് കിട്ടാത്തതുപോലെ. ഇന്ന് വിശ്വാസ വീരന്മാർ ഇതിനകത്തുണ്ടോ എന്ന് ചോദിക്കുന്നു. ഫെയ്ത്ത് ഈ സീസണിൽ ആക്ടിവേറ്റ് ആകട്ടെ. എടാ, പോകുന്ന വഴിക്ക് ഒരു കീഴ്ചം വാങ്ങിച്ചിട്ടുണ്ട് പോകും. ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, 2027 ആദ്യ പുതിയ കലണ്ടർ നിന്റെ പുതിയ ഭവനത്തിലിടും, നിന്റെ പുതിയ വീട്ടിലിടും. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. 13 വർഷം കുഞ്ഞുങ്ങളില്ലാത്ത ഫാമിലി പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കില്ല. അവര് പറഞ്ഞു, എന്താ പാസ്റ്ററെ? ഞാൻ പറഞ്ഞില്ല, പോകുന്ന വഴിക്ക് നിങ്ങൾ ഒരു ബേബി കിറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകണം. അവര് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞത് എന്താന്ന് മനസ്സിലാകുന്നില്ല, എന്നാലും പാസ്റ്റർ പറഞ്ഞ കാരണത്താ വാങ്ങിച്ചുകൊണ്ട് പോകാം. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആ കുഞ്ഞിന്റെ ഡെഡിക്കേഷൻ ചെയ്തിട്ട് ഞാൻ വന്നേ. കേരളത്തിലെ ഒരു മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുക, എനിക്ക് ഡോക്ടർ ആകണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ മോളെ, കർത്താവ് ചെയ്യും. പക്ഷെ എന്റെ വീട്ടിൽ പഠിപ്പിക്കാനുള്ള സാധ്യതകളില്ല, സാഹചര്യമില്ല. ഞാൻ നീറ്റ് എഴുതി, എനിക്ക് BDS കിട്ടില്ല, പക്ഷെ എനിക്ക് MBBS പോകണം. പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കില്ല. ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞു, നിന്റെ അക്കൗണ്ട് നമ്പർ അയച്ചുതരാം, ഞാൻ ഇച്ചിരി പൈസ അയച്ചുതരാം, നീ പോയി ഒരു സ്റ്റെതസ്കോപ്പും വൈറ്റ് ഏപ്രിലും വാങ്ങണം. എന്റെ കൂടെ ഇല്ല. അവരുടെ അപ്പന്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞു, ഇന്ന് മുതൽ ഡോക്ടർ കൃപ എന്ന് വിളിച്ചോണം മോളെ. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തുടങ്ങിക്കഴിഞ്ഞ ദൈവം ചെയ്തു തുടങ്ങും. സംഭവിച്ചത് 2 മാസം കഴിഞ്ഞ കുഞ്ഞെന്നെ വിളിച്ചു. കോട്ടയത്തുള്ളൊരു അച്ചായന് രാത്രി സ്വപ്നത്തിൽ കുഞ്ഞിന്റെ പേരും അഡ്രസ്സും ഉൾപ്പെടെ ദൈവം പറഞ്ഞു കൊടുത്തു. പറഞ്ഞു, ഈ കുഞ്ഞിന്റെ പഠനത്തിന്റെ മുഴുവനും ചെലവ് നീ ഏറ്റെടുക്കണം. പുള്ളി രാവിലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്റെ വസ്തു മുഴുവനും വിറ്റാലും വേണ്ടിയില്ല, ദൈവം പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യും. ആ കുഞ്ഞിന് അഡ്മിഷൻ എടുത്തുന്ന ഏതാ അഡ്മിഷൻ കയറിയെന്നേ.
അത് സെക്കൻഡ് ഇയർ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക. നീ എന്തെങ്കിലും ചെയ്തു തുടങ്ങിയാൽ ദൈവത്തിന് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇപ്പോഴെ പറയണം പോലെ ഡോക്ടർ ഒന്നും നീ നിന്നെ തന്നെ നോക്കി പറയണം. നിന്റെ കുഴിച്ചിട്ട സ്വപ്നങ്ങൾക്ക് ജീവൻ വെക്കട്ടെ. പ്രാർത്ഥിക്കുക, പറഞ്ഞു തുടങ്ങണം. നീ പറഞ്ഞു തുടങ്ങിയാൽ നീ നിന്നെ തന്നെ വിളിക്കുക നീ പ്രവാചകനെന്ന്, നീ നിന്നെ തന്നെ വിളിക്കുക അപ്പോസ്തലനെന്ന്. നീ നിന്നെ നോക്കി തന്നെ പറ, ഈ സീസണിൽ ദൈവത്തിന് എന്നെ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ഈ ദേശം വിടാനല്ല ദൈവം കൊണ്ടുവന്ന്, ഈ രാജ്യത്തിന് ഉണർവിന് വേണ്ടിയാണ് കൊണ്ടുവന്ന്. എടാ, ഈ രാജ്യത്തിന് ഉണർവിന് നീ വേണമെങ്കിൽ ദൈവത്തിന് നിന്നെ എങ്ങനെ മടക്കി അയക്കാൻ കഴിയും? അക്കാരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്. എന്റെ മുമ്പ് സമയമില്ല. സാധ്യത പറയാമോ? സാധ്യത പറയാമോ? മെറിനെ സാധ്യത പറയാമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി സാധ്യത പറയാമോ? നിങ്ങളെ കുഞ്ഞുങ്ങളെ നോക്കി ഒരിക്കലും ശാപത്തിന്റെ വാക്കുകൾ പറയരുത്. ഇവൻ പഴക്കാളിയാണ്, ഒരിക്കലും നന്നാവില്ല, ഇതൊന്നും പറയരുത്. ഇവരെ നോക്കി പറയണം, ലോകരാജ്യത്തിന് ഉണർവിന് വേണ്ടി ഇവരെ നിൽക്കുമെന്ന് പറയണം. മൾട്ടിനാഷണൽ കമ്പനികളിൽ ഇവർ ഇരിക്കുമെന്ന് പറയണം. രാജ്യങ്ങളുടെ തീരുമാനങ്ങൾ ഇവരെ സ്വാധീനിക്കും എന്ന് നീ പറഞ്ഞു തുടങ്ങിയാൽ ദൈവത്തിന് നിന്റെ തലമുറ തെളിയിക്കാതിരിക്കാൻ കഴിയത്തില്ല. റിപ്പോർട്ടുകൾ എന്നും പറഞ്ഞോട്ടെ, പക്ഷെ നീ സാധ്യത പറയണം. നടക്കില്ലെന്ന് മനുഷ്യൻ പറഞ്ഞോട്ടെ, പക്ഷെ നീ സാധ്യത പറയണം. സാധ്യത പറ 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 പറ. സാധ്യത പറ, സാധ്യത പറ. സാധ്യത പറ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് അക്കാരം ഒന്ന് ഉയർത്തി പ്രാർത്ഥിച്ചേ. ഞാൻ നിങ്ങളെ നോക്കി സാധ്യത പറഞ്ഞതുപോലെ നിങ്ങളും പറ. മനതി പറയണം, രാജ്യങ്ങൾ ഉണർവ് നീ നിൽക്കുമെന്ന് പറ, പട്ടണങ്ങളെ നീ കീഴടക്കുമെന്ന് പറ, ഉണർവിനെ വഹിക്കുന്നവനായി മാറുമെന്ന് നീ പറ. ബ്രോണി പറ. എടാ, നീ പറഞ്ഞ ദൈവത്തിന് മാറ്റിയില്ല പറ്റൂ. മനുഷ്യൻ നിന്നെ നോക്കി പറഞ്ഞോട്ടും പക്ഷെ നീ പറയരുത്. നീ പറയരുത്, പറയരുത്. സാധ്യത പറ. സാധ്യത പറ. സാധ്യത പറ. ഇന്ന് കരം ഉയർത്തി ഒന്ന് പ്രവചിച്ചേ. ഇവിടെ ഒരു പ്രൊഫറ്റിക്കൽ അറ്റ്മോസ്ഫിയർ വെളിപ്പെട്ട് നിൽപ്പുണ്ട്. ഇതിന്റെ നടുവിൽ നിന്റെ കുടുംബത്തെ നോക്കി നീ ഒന്ന് പ്രവചിച്ചേ, നിന്റെ ദേശത്തെ നോക്കി നീ ഒന്ന് പ്രവചിച്ചേ, നിന്റെ തലമുറയെ നോക്കി നീ ഒന്ന് പ്രവചിച്ചേ. നീ നിന്റെ ഫെയ്ത്ത് പറഞ്ഞേ, നീ നിന്റെ വിശ്വാസം പറഞ്ഞേ.
ഈ അന്തരീക്ഷത്തിനകത്ത് നീ എന്ത് പറഞ്ഞിടുന്നു അത് ദൈവം ചെയ്യും. അത് ദൈവത്തിന് ചെയ്തേ പറ്റൂ. ഈ എബി എന്ന് പറയുന്ന ആരെല്ലാം ഉണ്ടോ? എബി 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 അബി എബി ആരാ? സാധ്യത പറ, സാധ്യത പറ, സാധ്യത പറ, സാധ്യത പറ. നിങ്ങൾ സാധ്യത വിളിച്ചു പറ. ഇവിടെ ശബ്ദം ഉയരട്ടെ. ആമേൻ ഹല്ലേലൂയ. അന്യഭാഷയെല്ലാം നീ സാധ്യത പറയണം. നിന്റെ കുടുംബത്തെ നോക്കി നീ പ്രവചിക്കണം. പ്രവചിച്ചേ. നിന്റെ തലമുറ നോക്കി പ്രവചിച്ചേ. സാധ്യത വിളിച്ചു പറയണം. സാധ്യത പറയണം. നിനക്ക് അടുത്തൊരു ദേശം തുറന്നു വരുന്നു. നിന്നെ നല്ല രീതിയിൽ കർത്താവ് ഉണങ്ങിയ കിടക്കുന്ന വൃക്ഷത്തെ തയ്യെ പറിച്ച് വെള്ളവും വളവും ഉള്ളിടത്തേക്ക് മാറ്റി നടന്നതുപോലെ നിന്റെ അകത്ത് കിടക്കുന്ന നിയോഗത്തിനൊത്ത ചില ദേശങ്ങൾ, നിനക്ക് വിളികേട്ട, നിന്നെ വിളിച്ചിരിക്കുന്ന ചില പട്ടണങ്ങളിലേക്ക് ഈ സീസണിൽ നിന്നെ റീലൊക്കേറ്റ് ചെയ്യും ദൈവം. ഒരു ഡിവൈൻ ആക്സിലറേഷൻ നിന്റെ മേൽ വെളിപ്പെടുന്നത് പോലെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ വീണ്ടും പറയാം, മൾട്ടിനാഷണൽ കമ്പനികൾ വെയിറ്റ് ചെയ്യും. മൾട്ടിനാഷണൽ കമ്പനികൾക്ക് തീരുമാനമെടുക്കത്തക്ക രീതിയിൽ ഈ സീസണിൽ കർത്താവ് പ്രവചിക്കാൻ പറയുന്നു. കുന്നുകൂട്ടി ദൈവം ചില വിട്ടുതരും. ദൈവരാജ്യ പ്രോജക്റ്റുകൾക്ക് വേണ്ടി കുന്നുകൂട്ടി ദൈവം വിട്ടുതരും. രാജ്യങ്ങൾ പട്ടണങ്ങളെ കീഴടക്കുന്ന ഒരു പ്രവാചകം നിന്നെ അകത്തു നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും. സീസണിൽ നിന്റെ പേടിയെ കർത്താവ് പൊട്ടിക്കും. നിന്റെ ഫ്രണ്ട് ലൈന് ദൈവം തള്ളിക്കയറ്റും. രാജ്യങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാൻ കാണുന്നൊരു കാഴ്ച പറയട്ടെ. ഞാൻ കാണുന്ന കാഴ്ച പറയാം. ഒരു വലിയ ക്രൗഡ്, മലയാളി ക്രൗഡ് അല്ല, വൈറ്റ്സ്, ജാപ്പനീസ്, ബ്ലാക്സ് ഒക്കെ ഇരിക്കുന്ന ഒരു വലിയ ക്രൗഡ്, മൾട്ടി കൾച്ചറലായി നിൽക്കുന്ന ഒരു ക്രൗഡ്. ഈ ക്രൗഡിന്റെ നടുവിൽ നിങ്ങൾ ഒരു ബ്ലാക്ക് ബ്ലേസർ ഇട്ട് ഒരു റെഡ് ടൈ ആൻഡ് വൈറ്റ് ഷർട്ട് ഇട്ട് നിൽക്കുന്ന കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. വലിയ സ്ക്രീൻ പുറകിൽ വെച്ചിട്ടുണ്ട്. വലിയ സ്ക്രീൻ പുറകിൽ വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനകത്ത് നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു യൂത്ത് റിട്രീറ്റ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നു ഹോസ്റ്റഡ് ബൈ സാം തോമസ്, പ്രോഫറ്റ് സാം തോമസ്. ഈ സീസണിൽ നിന്റെ കയ്യിൽ സിലബസ് അപ്പം തരും. അടുത്ത തലമുറ എഴുന്നേൽപ്പിക്കാനുള്ള സിലബസും നിന്റെ കയ്യിലപ്പം തരും. നിന്റെ പേര് രാജ്യങ്ങൾക്ക് പരിചയമുള്ളതായി മാറും. നിന്റെ മുഖം രാജ്യങ്ങൾക്ക് പരിചയമുള്ളതായി. നിന്റെ മുമ്പിൽ മീഡിയ തുറന്നു വരും. രാജ്യങ്ങളുടെ വീടുകളിൽ ഇരുന്ന് ആളുകൾക്ക് പോലും നിന്നെ അറിയാവുന്ന രീതിയിൽ ദൈവം ഈ സീസണിൽ ചിലരെ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. നീ സാധ്യത വിളിച്ചു പറ. നീ സാധ്യത വിളിച്ചു പറ. നിന്നെ ദൈവം വിളിച്ചത് യുവജനങ്ങളുടെ ഇടയിലെ. നിന്റെ അകത്ത് അങ്ങനത്തെ ഒരു സീഡ് കിടപ്പുണ്ട്. തലമുറകളെ എഴുന്നേൽപ്പിക്കാനുള്ള വിളി നിന്റെ അകത്തുണ്ട്. ചർച്ചസ്, യുവജനങ്ങൾ മാത്രമുള്ള ചർച്ചസ്, അതിന്റെ പാസ്റ്റർഷിപ്പ് പ്രോജക്റ്റ് വലുതാണല്ലോ. പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? സാധ്യത വിളിച്ചു പറ. സാധ്യത വിളിച്ചു പറ. ഒരു പ്രവാചകൻ നിങ്ങളെ നോക്കി പ്രവചിക്കാൻ നോക്കി നിൽക്കല്ലേ. ഈ അന്തരീക്ഷത്തിനകത്ത് നീ വിളിച്ചു പറഞ്ഞാൽ ദൈവം ചെയ്യും. നീ വിളിച്ചു പറഞ്ഞാലും ദൈവം ചെയ്യും. നീ വിളിച്ചു പറഞ്ഞാലും ദൈവം ചെയ്യും.
നിന്റെ ഫെയ്ത്ത് നീ ഡിക്ലെയർ ചെയ്യുക. ഈ അന്തരീക്ഷത്തിനകത്ത് നിന്റെ ഫെയ്ത്ത് വിളിച്ചു പറ. ഉണ്ടല്ലോ ഇതിനകത്ത് പ്രവാചകന്മാരുണ്ടല്ലോ. ഉണ്ടല്ലോ 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 സാധ്യത വിളിച്ചു പറ. രാജ്യങ്ങൾ, പട്ടണങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ജനറേഷൻ, എനിക്കൊരു തലമുറ വേണം. പ്രോജക്റ്റുകൾക്ക് മുൻപന്തി നിൽക്കാൻ എനിക്ക് തലമുറ വേണം. കർത്താവ് പറഞ്ഞ, കർത്താവേ ഞാൻ തയ്യാറാണ്. ഈ സീസണിൽ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. യേശുവേ, എന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അസാധാരണമായ ഉണർവുകളെ തുറന്നുവിട്ട അപ്പോസ്തല വൃന്ദങ്ങൾക്കകത്ത് വ്യാപരിച്ച അതേ വിലയേറിയ വിശ്വാസം യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങളുടെ അകത്തും വ്യാപരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് ആ വിലയേറിയ വിശ്വാസത്തിന്റെ പുറത്തു നിന്നുകൊണ്ട് ഞങ്ങൾ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഞങ്ങൾ ഈ ദേശത്തിന്റെ ഉണർവിന്റെ ഭാഗമായി മാറും. നോട്ടിംഗാമിൽ വലിയ ഉണർവുകൾ നടക്കും. അടുത്ത തലമുറകൾ ഇവിടെ എഴുന്നേറ്റ് വരും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, ജൂൺ മാസം അസാധാരണമായി സെലിബ്രേഷൻസ് എഴുന്നേറ്റ് വരട്ടെ. ഒരിക്കലും തുറക്കില്ലെന്ന് കരുതിയ ചില വഴികൾ തുറന്നു വരട്ടെ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, ലൈറ്റുകൾ 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 സെലിബ്രേഷന് വേണ്ടി ഒരു വീട് അലങ്കരിക്കുന്നത് പോലെ ഇന്ന് അലങ്കരിച്ചിട്ടിരിക്കുന്ന ചില ഭവനങ്ങൾ എനിക്ക് കാണാം. ഞാൻ ആത്മാവിൽ ഇത് പ്രവചിച്ചു വയ്ക്കുകയാണ്. സെലിബ്രേഷൻ ഈസ് എ സീസൺ ഓഫ് സെലിബ്രേഷൻ. 2026 ഇവരുടെ സെലിബ്രേഷന്റെ സീസണാണ്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ആമേൻ. ഇവരുടെ ബർത്ത്ഡേ ഓർത്തിരിക്കുന്നത് പോലെ, വെഡിങ് ആനിവേഴ്സറി ഓർത്തിരിക്കുന്നത് പോലെ, ഈ സീസണിൽ 2026 മറക്കാൻ പറ്റാത്തതുപോലെ ഇവരുടെ ജീവിത ഹിസ്റ്ററിക്കകത്ത് ഇടം നേടത്തക്ക രീതിയിൽ ഒരു സെലിബ്രേഷന്റെ സീസൺ. We declare celebration. അപ്പൊ ഞങ്ങൾ സെലിബ്രേഷൻ ഡിക്ലെയർ ചെയ്യാം. ഉണർവിന്റെ മുൻപന്തിൽ ഇവർ നിൽക്കട്ടെ. ഉണർവിന് വേണ്ടി ഉപയോഗിക്കപ്പെടട്ടെ. ഞാൻ യേശുവിന്റെ നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഇവരൊരു അനുഗ്രഹമായി മാറണം. കൃപയെ മറക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. കരമടിച്ച് കർത്താവിന് നല്ലൊരു മഹത്വം. ഹല്ലേലൂയ.